ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അടിപൊളിയാണ് അല്ലേ? പക്ഷേ അവസാനം എന്ത് സംഭവിക്കും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളതിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ല, വേണ്ട. സ്വാതന്ത്ര്യം, ഫുൾ സ്വാതന്ത്ര്യം. എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, നമ്മളെ ആരും ചോദ്യം ചെയ്യില്ല, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരിയാണല്ലേ? വളരെ നല്ലതാണ്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്വമില്ലാത്തൊരു സംഭവം നമുക്ക് തന്നെ ബോറായി തുടങ്ങും. മനസ്സിലായോ? അതായത് ഒരർത്ഥമില്ലാത്ത സാഹചര്യം പോലെ നമുക്ക് തോന്നും. എല്ലാവരും പറയും പാർട്ടിക്ക് പോകണം, യാത്ര ചെയ്യണം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷെ അവസാനം ഒരു സമയം നോക്കുമ്പോൾ, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? എന്താണ് നമ്മളുടെ അവസാനം? നമ്മൾക്കൊരു ലക്ഷ്യമില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു ആദ്യത്തെ ത്രില്ലൊക്കെ ഇല്ലാതാവും. കുറേ യാത്രകളും കുറേ നമ്മുടേതായ സ്വാതന്ത്ര്യത്തോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധി എത്തുമ്പോൾ നമുക്കതൊരു ബോറടിയായി തുടങ്ങും. അങ്ങനെയാണത്. ആദ്യമൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കും, സന്തോഷമായിരിക്കും, എൻജോയ് ചെയ്യും. പക്ഷെ പിന്നെ പിന്നെ പോകെ കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ യാതൊരു ലക്ഷ്യമില്ല എന്ന് തോന്നിപ്പോകും. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല, ഒരു ഉത്തരവാദിത്വ ബോധമില്ല, അല്ലെങ്കിൽ നമ്മളുടേതെന്ന് പറയാൻ നമുക്കങ്ങനെ ആരുമില്ല എന്നൊക്കെ തോന്നും. അച്ഛനമ്മമാർ ഉള്ളത്രയും കാലം അവർക്ക് എത്ര എങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല, ഉപേക്ഷിക്കുകയുമില്ല, അവരുണ്ടാവും. പക്ഷെ എല്ലാ കാലവും ഈ അച്ഛനമ്മമാർ കൂടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ജീവിതം തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ടാവും. ജീവിതത്തിൽ ചിലപ്പോൾ ചതി, വഞ്ചന, പിന്നെ അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്നും സുഖകരമല്ലാത്ത പെരുമാറ്റങ്ങൾ, അവർ ഒട്ടും വിശ്വസിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ, ചില വീടുകളിൽ പല പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പം ചിലപ്പോൾ ആ സാഹചര്യങ്ങൾ കൊണ്ടും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് വിചാരിച്ചവരുണ്ടാവാം, അല്ലേ? പക്ഷേ എല്ലാ കാലവും നമുക്കത് പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ പരിഹാരമില്ലാത്ത കാര്യം ഈ ലോകത്തുണ്ടോ? നമ്മൾ പറഞ്ഞാൽ തീരാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതോ ആയിട്ട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ ചിലപ്പോൾ മാറുന്ന സംഭവങ്ങൾ ഉണ്ടാവാം. ഇല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവരെയും ഒരേപോലെയും നമ്മൾ കാണാൻ നിൽക്കരുത്, അല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എങ്ങനെയാണ്? ജീവിക്കുന്നവർ തന്നെ അനുഭവം പറയട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് കുറേ അതിന് മെറിറ്റ്സ് ഉണ്ടെങ്കിലും, അതായത് ഗുണങ്ങളുണ്ടെങ്കിലും കുറേ ഡീമെറിറ്റ്സും ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് അറിയുന്നത് കുറേ പ്രായമായി കഴിയുമ്പോഴാണ്. പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായം. നിങ്ങൾ അനുഭവസ്ഥരുണ്ടെങ്കിൽ അങ്ങനെ പറയുക, അല്ല നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഒറ്റയ്ക്കുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഞങ്ങളിതുപോലെ ഓരോ യാത്രകൾ പോകുമ്പോഴേക്കും ഒറ്റയ്ക്ക് കുട്ടികൾ വിവാഹം കഴിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാണ്, വിവാഹം വേണ്ടാന്ന് വെച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ കുട്ടികൾ ഗ്രൂപ്പായിട്ടൊക്കെ, അതൊക്കെ ഒരു പരിധി വരെയൊക്കെ അത് നടക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം ബലവത്താണെന്നുള്ളത്. ശരി, നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടേക്കരുതേ.